നമസ്കാരം, വീണ്ടും എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മന്തിയാണ്. അതിനായിട്ട് നമ്മൾ ആദ്യം ചിക്കൻ എടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് ചിക്കനാണ് എടുത്തേക്കുന്നത്. ചിക്കൻ ആദ്യം നമ്മൾ കട്ട് ചെയ്യണം. അതിന് വേണ്ടി പോകാം. എല്ലാം കട്ട് ചെയ്ത് കോർക്ക് വെച്ചിട്ട് കുത്തി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് ഫ്രഷായി ക്ലീൻ ചെയ്യാം. ഇതാണ്ടേ നല്ല രീതിയിൽ ഫ്രഷായി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ്. അതിനായിട്ട് നമ്മൾ ആദ്യം കുക്കറെടുത്ത് അതിനോട്ട് എല്ലാ ചിക്കൻ അങ്ങോട്ട് നിരത്തി അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ചിക്കനെല്ലാം നിരത്തി അങ്ങോട്ട് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം നമ്മൾ ക്യാപ്സിക്കമായിട്ട് അതിനകത്ത് പിന്നെ നമ്മളൊരു മാഗി ക്യൂബ്, പിന്നെ ഉണ്ട് ഇഞ്ചി, വെളുത്തുള്ളി, കറുവപ്പട്ട, ഗ്രാമ്പൂ, ഇതെല്ലാം കൊണ്ടിട്ട് പിന്നെ അതിലിട്ട് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് ഒരു കപ്പിൻ്റെ പകുതിയോളം നമ്മൾ ഓയിലെടുത്തിട്ടുണ്ട്. പക്ഷേ പക്ഷേ ഓയിൽ കൂടിപ്പോയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ എങ്കിലും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഓയിലൊഴിച്ച് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. അതിനിടയ്ക്ക് കുറച്ച് ഉപ്പും ലേശം കളറിന് വേണ്ടി നമ്മൾ കാശ്മീരി പൗഡറും കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടിയും എല്ലാം കൊണ്ടിട്ട് നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞ ശേഷം നമ്മൾ നിരത്തി വെക്കും. ഉപ്പിടാൻ മറന്നു, പിന്നെ രണ്ടാമതാണ് ഉപ്പിട്ടത്. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അടച്ചു വെച്ചു. പിന്നെ വേണ്ടത് റൈസാണ്. റൈസ് നമുക്ക് അടപ്പയിൽ വെള്ളം വെച്ച് അതിനകത്തോട്ട് കുറച്ച് കുരുമുളകും ഓയിലും ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കറുവപ്പട്ട 2 പീസ്, ഗ്രാമ്പു, പിന്നെ ഏലക്ക വേണമെന്നില്ല, പക്ഷേ ഞാൻ 2 പീസ് ഏലക്ക ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് റൈസ് എടുക്കാം. റൈസ് നമ്മൾ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കുതിർത്ത റൈസ് നമുക്കിനി തിളച്ച വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ആദ്യം നമ്മൾ ചിക്കൻ ഒരു കുക്കറിനകത്തിട്ട് വേവിച്ചിരുന്നു. അതിൻ്റെ സ്റ്റോക്കും എടുക്കുന്നുണ്ട്. ഒരു ഉണക്ക നാരങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ റൈസ് ചിക്കനകത്തോട്ട് ഇടുകയാണ്. ചിക്കനകത്തോട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയുടെ വെള്ളം എടുക്കുന്നുണ്ട്. പിന്നെ ഉണക്ക നാരങ്ങ, പിന്നെ തക്കാളി പേസ്റ്റ് ഇട്ട് പിന്നെ നമ്മൾ ചിക്കൻ്റെ സ്റ്റോക്കും കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാം പിന്നെ അതിൻ്റെ മേളിൽ ഒരു ലെയറോടെ നമ്മൾ റൈസ് ഇടുന്നുണ്ട്. ഇട്ടിട്ട് നമ്മൾ വീണ്ടും അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയതും തക്കാളി പേസ്റ്റും ചിക്കൻ്റെ സ്റ്റോക്കും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കുക്കറിനകത്താണ് ചെയ്യുന്നത്. കാണില്ലേ? ഇനി നമുക്കിത് കുറച്ച് പച്ചമുളക് എടുത്തതിൻ്റെ മേളിൽ നമുക്ക് നല്ല രീതിയിൽ കുത്തി വെക്കാം. കുത്തി വെച്ചതിന് ശേഷം നമ്മളിത് അടച്ച് കുക്കറിൽ ഒരൊറ്റ വിസിൽ മതി. ആ ഒരൊറ്റ വിസിൽ നമ്മൾക്കിത് ദമ്മായിട്ടിടും. നമ്മൾ റൈസ് പകുതി വേവിലാണ് എടുത്തേക്കുന്നത്. അത് ശ്രദ്ധിക്കണം എല്ലാവരും. പകുതി വേവിലാണ് നമ്മളിത് ദമ്മിടാൻ പോകുന്നത്. കുക്കറിനകത്തോട്ട് വേവിച്ചുകൊണ്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ കുക്കറിൽ നിന്ന് ഒരു ചരുവത്തിനകത്തോട്ട് അത് മാറ്റുന്നുണ്ട്. കണ്ടില്ലേ? നമ്മൾ ചരുവത്തിനകത്ത് മാറ്റി നല്ല ഫ്രഷായിട്ട് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ടെല്ലാം. എല്ലാം ചോറ് റൈസൊക്കെ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുമുണ്ട്. ഇനി വിളമ്പാം. പ്ലേറ്റിനകത്തിട്ട് നമ്മൾ കഴിക്കാനായിട്ട് പോവുകയാണ്. ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ടാണ് കിട്ടിയേക്കുന്നത്. അതെനിക്ക് നിർബന്ധമാണ്. എനിക്ക് വേണം. പിന്നെ നമ്മൾ മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല മയോണൈസ്, പക്ഷേ ഇന്ന് ട്രൈ ചെയ്തു. നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. മുട്ടയും വെളുത്തുള്ളിയും മാത്രം ഉപയോഗിച്ചാണ് ചെയ്തേക്കുന്നത്. ഉപ്പും മുട്ടയും വെളുത്തുള്ളിയും പിന്നെ ആവശ്യത്തിന് ഓയിലും മയോണൈസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോവാണ്. നല്ല ഫ്രഷായിട്ട് നല്ല സൂപ്പർ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ചിക്കൻ. നല്ല രീതിയിൽ വെന്ത് തന്നെ കിട്ടി. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ചാനൽ. താങ്ക് യു.